ജോലി തിരക്കുകൾക്കിടയിൽ അമർന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ തന്റെ ജോലി തിരക്കുകൾക്കിടയിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയാണ് ആമസോൺ ഡ്രൈവർ മോനിക്ക സലീനാസ്. ജോലി തിരക്കുകളിൽ അല്പനേരം കിട്ടുമ്പോൾ പോലും പ്രാർത്ഥനയിൽ വ്യാപരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഹൃദ്രോഗിയായ കുഞ്ഞിനെ വീട്ടുമുറ്റത്ത് നിന്ന് ആ കുഞ്ഞിന് വേണ്ടി ആമസോൺ ഡ്രൈവർ പ്രാർത്ഥിക്കുന്ന രംഗം CCTVയിലൂടെ കണ്ട വീട്ടുടമസ്ഥൻ തന്നെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. റാക്കൽ പിയേഴ്സൺ എന്നയാളുടെ വീട്ടിൽ പാഴ്സൽ നൽകാൻ എത്തിയതായിരുന്നു മോനിക്ക. വീടിന്റെ മുൻവാതിലിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ മോനിക്കയെ പ്രേരിപ്പിച്ചത്. ഈ ഭവനത്തിൽ ഹൃദ്രോഗിയായ ഒരു കുഞ്ഞുണ്ട്. അവന് വേണ്ട സാധനങ്ങൾ ഇത്തരത്തിൽ പടിവാതിക്കൽ എത്തിച്ചു തരുന്ന നിങ്ങളോട് നന്ദിയുണ്ട് എന്നതായിരുന്നു കുറിപ്പിന്റെ ഉള്ളടക്കം. കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ട നിമിഷം തന്നെ ദൈവമേ, നിന്റെ തിരുരക്തം കൊണ്ട് ഈ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെയും സംരക്ഷിക്കണമേ എന്നും അങ്ങനെ ആ മകനെ സുഖപ്പെടുത്തണമേ എന്നും അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം കുരിശടയാളം വരച്ചാണ് പോർച്ചിൽ നിന്ന് അവർ മടങ്ങിയത്. ലൂക്കോയുടെ വീട്ടിലുള്ള CCTV ദൃശ്യങ്ങളിലൂടെയാണ് ലൂക്കോയുടെ മാതാപിതാക്കൾ ഇങ്ങനെയൊരു സംഭവം നടന്നതായി കാണുന്നത്. ഉടനെ തന്നെ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞു. തുടർന്നാണ് ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. വീഡിയോ വൈറലായതോടെ ടെക്സസിലെ നാംബയിലുള്ള സെന്റ് പോൾ ദേവാലയത്തിലെ ഗായക സംഘമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. അതോടെ പ്രമുഖ മാധ്യമങ്ങൾ വരെ സംഭവം വാർത്തയാക്കി എന്നത് മാത്രമല്ല, കുഞ്ഞിന്റെ സൗഖ്യത്തിനായുള്ള പ്രാർത്ഥന അനേകർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോൾ നിരവധി പേരാണ് ലുക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നത് എന്ന് ലുക്കോയുടെ വീട്ടുകാർ പറയുന്നു.